ജെനി WCPO. എനിക്ക് കഴിഞ്ഞ വുമൺ CPOയിൽ 26ാമത്തെ റാങ്ക് നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ 2 വർഷം പ്രൈവറ്റ് ജോലിയൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അക്ഷയ സെൻറ്ററിൽ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ടെക്സ്റ്റൈൽസിൽ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴത്തേക്കും കോവിഡൊക്കെ വന്നിട്ട് ജോലിയൊക്കെ പോയായിരുന്നു. ജോലി പോയ ആ ഒരു സമയത്ത് 1 കൊല്ലത്തോളം വീട്ടിൽ ചുമ്മാ ഇരുന്ന്. കഴിഞ്ഞ ബെവ്കോ LDയുടെ പ്രിലിംസ് സമയമായിരുന്നു. അപ്പോൾ അത് കിട്ടിയായിരുന്നു. എനിക്ക് പ്രിലിംസ് കിട്ടിയപ്പോൾ പിന്നെ ഒരു ഇതൊക്കെ വന്ന് കിട്ടുമെന്ന്, സംഭവം പഠിച്ചാൽ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോഴാണ് എൻട്രിന്ന് ഇങ്ങനെ കോള് വരുന്നത്, അവരെ ഗോൾഡൻ ബാച്ചിൽ ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് ആ സമയത്ത് പൈസ അടച്ച് പഠിക്കാനുള്ള ഇതില്ലായിരുന്നു. അങ്ങനെ എൻട്രി എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത്. ഞാൻ സുജേഷ് സാറിൻ്റെ ബാച്ചിലായിരുന്നു. അപ്പോൾ ഇവർ ഓരോ ദിവസം ഡെയിലി ഇടുന്ന നോട്ടുകൾ ഞാൻ കറക്റ്റ് പഠിച്ചു പോകുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ഞാൻ പഠിക്കാതിരുന്നാൽ എന്നെ ഈ ബാച്ചിൽ നിന്ന് എടുത്ത് കളയുമെന്ന് പേടിച്ചിട്ട് ഞാൻ കറക്റ്റ് എന്നും പഠിക്കുമായിരുന്നു. ആ ഒരു 9-9.5 മാസമായിരുന്നു ആ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോലും പോവാതിരുന്ന് കംപ്ലീറ്റ് സമയം പഠിക്കുമായിരുന്നു. ടൈമറൊക്കെ വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ മോക്ക് എക്സാം എഴുതുമ്പോൾ മാർക്ക് കുറയുമ്പം ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അമ്മ കിടന്നുറങ്ങുമായിരിക്കും. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചുണർത്തിയിട്ടൊക്കെ ചോദിക്കുമായിരുന്നു എനിക്കിത് കിട്ടുമോയെന്നൊക്കെ. അമ്മ ഭയങ്കര മോട്ടിവേഷനാണ്. അമ്മ പറയും നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനെന്ന് പറയുമായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് എൻ്റെ മെൻറ്റർ അരുൺ സാറായിരുന്നു. അരുൺ സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചോദിക്കും, സാറേ ഒരു മോട്ടിവേഷൻ ക്ലാസ് തരാമോ? സുജേഷ് സാറിൻ്റെ മോട്ടിവേഷൻ ലൈവ് മോട്ടിവേഷനായിരുന്നു. ഭയങ്കര തീപ്പൊരു സാധനം വരുന്നത്. പിന്നെ എൻട്രി ഉണ്ടായിരുന്നത് മാത്രമാണ് എനിക്ക് ഈ ചെറിയൊരു കാലയളവിൽ തന്നെ ഈ ലിസ്റ്റിൽ വരാൻ പറ്റിയത്. 2 മാസം ഗ്യാപ്പിലെങ്ങാണ്ടായിരുന്നു CPOയുടെ എക്സാം. അപ്പോൾ CPOയുടെ എക്സാമിൽ നല്ല മാർക്ക് കിട്ടി. പിന്നെ എല്ലാം കൂടെ ഒരു ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ മൊത്തം ഇപ്പോൾ 7 ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട്. അത് എൻട്രി മാത്രം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് എവിടെ നിന്ന് എങ്ങനെ എന്ത് പഠിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻട്രി കാരണമാണ് എൻ്റെ ജീവിതം ഇത്രയും മാറിയത്. എത്രയും പെട്ടെന്നൊരു ജോലിയും കൂടെ കിട്ടിയിട്ട് എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. അച്ഛൻ്റെ ജോലി നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.